വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഏതാണ് ലഭിച്ചത്? നമ്പർ 3, നമ്പർ 2, നമ്പർ 1. ഓക്കെ, നിങ്ങളുടെ പൊസിഷൻ എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് മത്സരം തുടങ്ങാം അല്ലേ? പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വചനം നൽകിയ തീക്ഷ്ണതയിൽ ഉജ്ജ്വലിച്ച് പെനുവേൽ യാത്ര ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്യുഗ്രൻ പോരാട്ടങ്ങൾ കാഴ്ചവെക്കാനായി ഇന്ന് നമ്മോട് ചേരുന്നത് ടീം യാക്കര, ടീം കണ്ടമംഗലം ആൻഡ് ടീം ജെല്ലിപ്പാറ. ഇവരെയും ഹെൽപ്പ് ഡെസ്കിനെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളുമായി നമ്മുടെ ക്വിസ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്നതാണ് സ്വർഗീയ അനുഭവം. ദൈവത്തോട് കൂടെയായിരിക്കലാണ് ദൈവത്തിൻ്റെ മുഖം ദർശിക്കൽ. നാം ആരംഭിക്കുകയാണ് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡ്. എവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമുക്കുള്ളത് 3 മത്സരാർത്ഥികളാണ്. യാക്കര, കണ്ടമംഗലം, ജെല്ലിപ്പാറ ടീമുകൾ. നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതുപോലെ ഈ മത്സരം അവസാനിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരു ടീം മാത്രമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ 2 ടീമുകൾ പ്രവേശിച്ചെങ്കിൽ ഇനി ഒരു ടീമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇത് ഏറെ പ്രധാനപ്പെട്ട അവസരമാണ്. ആവേശോജ്വലമായ എപ്പിസോഡുകൾക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും അങ്ങനെയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 5 റൗണ്ടുകളിലൂടെയാണ് നമ്മുടെ ഈ മത്സരം പൂർത്തിയാകുന്നത്. നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിലേക്ക് പോകുന്നു. റൗണ്ടിൻ്റെ പേര് സ്റ്റോർ ഹൗസ് റൗണ്ട് എന്നാണ്. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത ഓരോ ചോദ്യത്തിനും ചോദ്യം ലഭിക്കുന്ന ടീമിന് മാത്രമല്ല മറ്റ് 2 ടീമുകൾക്കും പോയിന്റ് ലഭിക്കാനുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ക്രമീകരണം ഇങ്ങനെയാണ്: ചോദ്യം നിങ്ങൾക്ക് ലഭിക്കും. ആ സമയത്ത് ചോദ്യം ലഭിച്ച ടീം ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകളും തങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തും. ചോദ്യം ലഭിച്ച ടീമിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ അവർക്ക് 30 പോയിന്റ് ലഭിക്കും. ഉത്തരങ്ങൾ എഴുതിയ ടീമിന് അവരുടെ ഉത്തരം ശരിയാണെങ്കിൽ അവർക്ക് 20 പോയിന്റ് ലഭിക്കും. അതായത് ഓരോ ചോദ്യത്തിനും 3 ടീമുകൾക്കും പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ധാരാളം പോയിന്റുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് മത്സരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് തുറന്നിട്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ടീം യാക്കരയ്ക്കുള്ളതാണ്. ടീം യാക്കര. യാക്കര ദേവാലയം യാക്കര പുഴയുടെ തീരത്താണ്. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. നിങ്ങളുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട സുമേഷ് 40-ാം കളമച്ചനാണ് അല്ലേ? അച്ഛൻ നിങ്ങളോട് പോരാൻ നേരത്തെ എന്ത് പറഞ്ഞു? ആശീർവദിച്ചു. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. സ്നാപയോഹന്നാൻ്റെ കാലം വരെയാണ് നിയമവും പ്രവാചകന്മാരും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുവെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചത്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുവെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചത്.
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഉത്തരം ശരിയാണ്. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിനുശേഷം ഈശോ വന്നു. യോഹന്നാന് ശേഷം ഈശോ വന്നു. അതാണ് സ്നാപകയോഹന്നാനാണ് അവസാനത്തെ പ്രവാചകൻ. ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ, പ്രൈമോഡിയലായിട്ടുള്ള പ്രാരംഭദശയിലുള്ള വെളിപ്പെടുത്തലുകളെല്ലാം സ്നാപകയോഹന്നാന്റെ സമയത്തോടെ പൂർത്തിയായി കഴിഞ്ഞു. പിന്നീട് വെളിപാടിന്റെ പൂർണ്ണതയാകുന്ന വചനം മനുഷ്യനായി അവതരിച്ച, മാംസം ധരിച്ച ഈശോ വരികയാണ്. അവിടെ വെച്ചാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചത്, യോഹന്നാന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന്. ടീം യാക്കര, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. എന്താണ് കണ്ടമംഗലം എഴുതിയിരിക്കുന്നത്? ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ജെല്ലിപ്പാറ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. 3 ടീമുകളുടെയും ഉത്തരങ്ങൾ ശരിയാണ്. ടീം യാക്കരയ്ക്ക് 30 പോയിന്റ്, കണ്ടമംഗലത്തിന് 20, ജെല്ലിപ്പാറയ്ക്ക് 20. അഭിനന്ദനം. ടീം കണ്ടമംഗലം, മത്സരം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ആരാണ്? ഫാദർ ലിവിൻ ചുങ്കത്ത്. ചുങ്കത്തച്ഛനാണ്. അച്ഛൻ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിട്ടത്? അച്ഛൻ ആശീർവദിച്ചു വിട്ടു. നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുത്തു വരാൻ പറഞ്ഞു. നന്നായിട്ട് മത്സരിക്കാനൊക്കെ പറഞ്ഞു. പറഞ്ഞു. നിങ്ങൾ പാലക്കാട് നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ഇടവക. അതെ അതെ അല്ലേ? ദൂരം യാത്രയൊക്കെ ചെയ്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നന്നായി പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം പഠിച്ചിട്ടുള്ളൂ. ദൈവം സഹായിച്ച എല്ലാം നേരെയാവും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ നമ്മൾക്ക് ഒരു ഭൃത്യൻ്റെ മനോഭാവം കൂടെ ഉണ്ടാകണം ദൈവസന്നിധിയിൽ എന്ന് പഠിപ്പിക്കുന്നു. നമുക്കൊരു ഭൃത്യൻ്റെ മനോഭാവം ഉണ്ടാകണം. ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം എന്ത് പറയണമെന്നാണ് ഈശോ. നിങ്ങൾ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം എന്ത് പറയണം? കണ്ടമംഗലം, എന്താണ് ഉത്തരം? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. ഞങ്ങൾ പ്രയോജനമൊന്നുമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയാൻ പറഞ്ഞത്? നമുക്ക് എളിമയുണ്ടാകണം, എപ്പോഴും ഒരു വിധേയത്വ മനോഭാവം ഉണ്ടാകണം. ദൈവത്തോടുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എപ്പോഴും വിധേയത്വ മനോഭാവം ഉണ്ടാകണം. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്, അവിടുന്നാണ് നമ്മെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് വിധേയത്വത്തോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നമ്മളങ്ങനെ ദാസന്മാരാണ് എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ അങ്ങനെ വേണം നമ്മൾ പറയാൻ. നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ ഫലം, അതിൻ്റെ ക്രെഡിറ്റ് നമ്മളെടുക്കരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, അമ്മമാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കത് പ്രധാനപ്പെട്ടതാണ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു, കുടുംബം പുലർത്തുന്നു, കുടുംബം നോക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പറയും, ഞാനാണ് ഈ കുടുംബത്തെ നോക്കിയത്. അങ്ങനെ പറയൂ? അങ്ങനെ പറയുന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? കർത്താവെ, അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ച് എൻ്റെ കുടുംബത്തെ ഞാൻ പരിപാലിക്കുന്നു, എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യുന്നു, അതിൽ കവിഞ്ഞ് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ഒരു എളിയ ദാസിയാണ് അങ്ങയുടെ മുൻപിൽ എന്നാണ്. പരിശുദ്ധ കന്യകാമറിയം അതിന് മാതൃകയാണ്. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അതുകൊണ്ട് അവളുടെ വില ഇല്ലാതാവുകയല്ല. ദൈവത്തിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് അവൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണെന്ന് നാട്ടുകാരോട് പറയുന്നത് പോലെയല്ല ദൈവത്തോട് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഒരു രാജാവിൻ്റെ സേവകന് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഉന്നതമായ സ്ഥാനമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. എന്താണ് ജെല്ലിപ്പാറയുടെ ഉത്തരം? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. അങ്ങനെ പറയണം. യാക്കര, പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. ഉത്തരം ശരിയാണ്. ടീം കണ്ടമംഗലത്തിന് 30 പോയിന്റ്, ജെല്ലിപ്പാറയ്ക്ക് 20, യാക്കരയ്ക്ക് 20. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ജെല്ലിപ്പാറയ്ക്കുള്ളതാണ്. ജെല്ലിപ്പാറ എന്ന് പറയുന്നത് അട്ടപ്പാടി മലനിരകളുടെ വീണ്ടും മുകളിലുള്ള ഒരു സ്ഥലമാണ് അല്ലേ? ജെല്ലിപ്പാറ ദേവാലയമൊക്കെ മിക്കവാറും ഒക്കെ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നല്ല വിശ്വാസ തീക്ഷ്ണതയൊക്കെയുള്ള അമ്മമാരായിരിക്കുമുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണോ? ഞങ്ങളങ്ങനെയാണ്. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടും. അതൊരു ഭയങ്കര പറച്ചിലായിപ്പോയി.
സാധാരണ ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മലമുകളുകൾ ദൈവാനുഭവത്തിൻ്റെ ഇടങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? ഈശോ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. യൂറോപ്പിൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സന്യാസമൂഹമൊക്കെ ആണെങ്കിൽ സുബിയാക്കോ മലനിരകളുടെ മുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് പൊതുവെ മലമുകളുകൾ പ്രാർത്ഥനയുടെ സ്ഥലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്. ജെല്ലിപ്പാറ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? പ്രാർത്ഥിക്കാൻ പോയ 2 പേരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട്. ആരൊക്കെയാണത്? ഒരു ഫരിസേയനും ചുങ്കക്കാരനും. ഫരിസേയൻ മുൻപിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും മടിച്ച് മാറത്തടിച്ച് വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായിരുന്നു അവൻ്റെ പ്രാർത്ഥന? ടീം ജെല്ലിപ്പാറ, എന്തുത്തരമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ. കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ. അതാണ് നിങ്ങളുടെ ഉത്തരം. എന്താണ് യാക്കരയുടെ ഉത്തരം? കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ. റോസിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കണ്ടമംഗലം, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ഇതിന് സമാനമായ മറ്റൊരു പ്രാർത്ഥന, വേറൊരാളുടെ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഓർത്തെടുക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? ദാവീദിന്റെ പുത്ര നസ്രായ യേശുവേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. പാപിയായ എന്നിൽ കനിയണമേ. അത് ആരുടെ പ്രാർത്ഥനയാണ്? ആര് പറഞ്ഞതാണത്? അന്ധന്റെ പേരെന്താണ്? ബർത്തമിയൂസ്. ബർത്തമിയൂസ് എന്ന അന്ധ യാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൻ്റെ ഹൃദയമാണ്. ഏതാണെന്നറിയാമോ? ഒരു സാധകൻ്റെ സഞ്ചാരമെന്ന് പറയുന്ന, ഒരു സാധകൻ്റെ ആത്മീയ സഞ്ചാരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിനകത്ത് ഫിലോക്കാലിയ അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു സന്യാസി ഇടതടവില്ലാതെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ച് പോകുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ആയിരക്കണക്കിന് പ്രാവശ്യം ആവർത്തിച്ചുരുവിടാൻ ഗുരു അവനോട് പറയുകയും അവനത് ചെയ്യുകയും ചെയ്ത് മെല്ലെ മെല്ലെ ഉള്ളിൽ നിന്ന് ആ പ്രാർത്ഥന അവൻ പോലും അറിയാതെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരം ടീം ജെല്ലിപ്പാറ, അത് ശരിയാണ്. കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ എന്നാണ് ആ പ്രാർത്ഥന. അത് ഏറ്റവും അർത്ഥപൂർണമായ ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചെയ്തൊരു പാപത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമല്ല, പരമപരിശുദ്ധിയായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എത്ര വിശുദ്ധനായ മനുഷ്യനും സ്വയം പാപിയാണെന്ന് തിരിച്ചറിയണമെന്നുള്ളതാണ്, ആ കമ്പാരിസനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളാരും പരിപൂർണരല്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ്. ഉത്തരം ശരിയാണ് ടീം ജെല്ലിപ്പാറ. യാക്കര കണ്ടമംഗലം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ജെല്ലിപ്പാറയ്ക്ക് 30 പോയിന്റ്, യാക്കരയ്ക്ക് 20 പോയിന്റ്, ടീം കണ്ടമംഗലത്തിന് 20 പോയിന്റ്. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്കറിയാം ഏകദേശം എന്താണ് പോയിന്റ് നിലയെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. ഡോക്ടർ റോസലിൻ, ഹിമ. സ്റ്റോർ ഹൗസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ 3 ടീമുകളും 70 പോയിന്റുകളാണ് തങ്ങളുടെ സ്കോർ ബോക്സിൽ ശേഖരിച്ചിരിക്കുന്നത്. ഈ റൗണ്ട് നിങ്ങൾ ചിലർക്ക് വളരെ താല്പര്യമുള്ളതും ചിലർക്ക് അല്പം ആശങ്ക ഉണർത്തുന്നതുമാണ്. എന്തുകൊണ്ടാണ് ചിലർക്കിത് സന്തോഷകരമെന്ന് ചോദിച്ചാൽ, ഈ റൗണ്ടിലെ മുഴുവൻ ചോദ്യങ്ങളുടെയും പോയിന്റ് വേണമെങ്കിൽ സ്വന്തമാക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആശങ്കയെന്ന് ചോദിച്ചാൽ, ബസർ ചെയ്തിട്ട് ഉത്തരം തെറ്റിയാൽ കുറച്ച് പോയിന്റ് ക്വിസ് മാസ്റ്റർ എടുത്തുകൊണ്ട് പോകാറുണ്ട് എന്നുള്ളതുകൊണ്ട്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്നത്. ചോദ്യം ഞാൻ പൊതുവായിട്ടാണ് തരിക. ആദ്യം ബസർ ചെയ്യുന്നവർക്ക് ഉത്തരം പറയാനുള്ള അവസരമുണ്ട്. ചോദ്യകർത്താവ് ചോദ്യം ആരംഭിക്കുന്ന സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് ബസർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് സമയത്ത് ബസർ ചെയ്യുന്നോ അവിടെ വെച്ച് ഞാൻ ക്വസ്റ്റ്യൻ നിർത്തും. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കേൾക്കും. ഉത്തരം കേട്ടതിന് ശേഷം ചോദ്യം പൂർത്തീകരിക്കും. നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ പോയിന്റ് നൽകും, അല്ലെങ്കിൽ മൈനസ് പോയിന്റ് ഞാൻ എടുക്കും. നമുക്ക് ആരംഭിക്കാം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ടീം കണ്ടമംഗലം, ഈ ചോദ്യം എവിടേക്കാണ് പോകുന്നതെന്ന് വല്ല ധാരണയുണ്ടോ?
ഏകദേശം ഉണ്ട്. ചെറിയൊരു ധാരണയുണ്ട്. ഏകദേശ ധാരണ വെച്ചാണ് നിങ്ങൾ പ്രസ് ചെയ്തത്. അതെ. 10 പോയിന്റ് എനിക്ക് തരുമോ, 30 പോയിന്റ് നിങ്ങൾ എടുക്കുമോ? ഉത്തരം പറ. എന്തെന്നാൽ ജനം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. അതാണ് നിങ്ങളുടെ ഉത്തരം. ചോദ്യം എന്താണെന്ന് കേൾക്കണ്ടേ? കേൾക്കണം. ചോദ്യം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ആ കാരണമാണ് നിങ്ങൾ പറഞ്ഞത്. ടീം കണ്ടമംഗലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അതെങ്ങനെയാണ് ചോദ്യം പൂർത്തിയാകുന്നതിന് മുമ്പ് ചോദ്യകർത്താവ് ക്വിസ് മാസ്റ്ററുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അല്ല, അതിന്റെ ബാക്കി അറിയാമായിരുന്നു. സുശേഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിലോ? ഇല്ല, അച്ഛൻ അങ്ങനെ ചോദിക്കില്ല, അത് ഞങ്ങൾക്കറിയാം. ഓഹോ, അച്ഛൻ അങ്ങനെ ചോദിക്കില്ല എന്നൊക്കെ കൃത്യമായിട്ടറിയാം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ്. അത് ദൈവകൃപയാലാണ്. കണ്ടമംഗലം. ടീം കണ്ടമംഗലമാണ് പ്രസ് ചെയ്തത്. ഉത്തരം പറയാം. അറിയാലേ? ഉത്തരം മാത്രമേ പറയാവൂ, ഒന്നും കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ്. ചോദ്യം പൂർത്തീകരിക്കും. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ്. അത് ദൈവകൃപയാലാണ് സാധിച്ചത്. എന്തിനാലല്ല എന്നാണ് പൗലോസ് പറയുന്നത് എന്നായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഉത്തരം ശരിയാണത് ഭൗതിക ജ്ഞാനത്താൽ അല്ല എന്നുള്ളതാണ്. വീണ്ടും കണ്ടമംഗലം സ്വന്തമാക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കണ്ടമംഗലം 2 പ്രാവശ്യം ശരിയായി. ഈ ധൈര്യത്തോടെ അടുത്ത പ്രാവശ്യവും പ്രസ് ചെയ്യൂ. നോക്കാം. ജെല്ലിപ്പാറ, നിങ്ങളെന്താണ് ഇങ്ങനെ ആശങ്കപ്പെട്ട് നിന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയായിരുന്നു. അതുകൊണ്ട് എന്തായാലും ശരി, ചോദ്യം തീർന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചില ആളുകൾ ചോദ്യം കേൾക്കുക പോലും ചെയ്യാതെ ബസർ ചെയ്യുന്ന കാലമാണ്. യാക്കര, ചോദ്യം കഴിഞ്ഞിട്ടേ ഉത്തരം പറയുന്നുള്ളൂ. എന്തു വന്നാലും ശരി, ക്വിസ് മാസ്റ്റർക്ക് പോയിന്റ് കൊടുക്കില്ല എന്നാണ് തീരുമാനം. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, അല്ലേ? ശരി, നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദൈവം യേശുക്രിസ്തു വഴി ഞങ്ങളെ എപ്പോഴും വിജയത്തിലെത്തിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പ്രത്യാശിക്കുന്നു. ഞങ്ങൾ വഴി എന്തിൻ്റെ സൗരഭ്യം? ജെല്ലിപ്പാറ. അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം. അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം എന്നാണ് നിങ്ങളുടെ ഉത്തരം. ഒരു സെക്കൻഡ് മുൻപാണ് നിങ്ങൾ പറഞ്ഞത് എന്തായാലും ശരി, ചോദ്യം പൂർത്തീകരിച്ചിട്ട് ഞങ്ങൾ ബസർ ചെയ്യുള്ളൂ. ഇതറിയായിരുന്നു. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ പാലിക്കാതിരിക്കുവാണ്. ഉത്തരം അത് തന്നെയാണ്. അത് ക്വിസ് മാസ്റ്റർ അല്ലേ പറയേണ്ടത്? ആദ്യം ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്. ദൈവം യേശുക്രിസ്തു വഴി ഞങ്ങളെ എപ്പോഴും വിജയത്തിലെത്തിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പ്രത്യാശിക്കുന്നു. ഞങ്ങൾ വഴി എന്തിൻ്റെ സൗരഭ്യം ദൈവം എല്ലായിടത്തും പരത്തുന്നുവെന്ന് കൂടിയാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നു? അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം എന്ന നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കണ്ടമംഗലത്തിന് മാത്രമല്ല, ജെല്ലിപ്പാറക്കാർക്കും ചോദ്യം പൂർത്തിയാകുന്നതിന് മുൻപ് ഉത്തരം പ്രവചിക്കാൻ പറ്റും. അടുത്ത ചോദ്യം. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. ഏത്? ജെല്ലിപ്പാറ. പേടിച്ചു വിറച്ചിട്ട് അറിയാതെ പ്രസ് ചെയ്തു പോയതാണ്. യേശുക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചത്, അവനിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന്. അതാണ് നിങ്ങളുടെ ഉത്തരം. ശരിയാണോ? ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ. ഒരു പക്ഷേ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതേ ഉത്തരം തന്നെ പറയാൻ പറ്റിയേനെ. ആ ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ബസർ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. പോയിന്റ് നില മാറി മറിഞ്ഞിട്ടുണ്ട്. ആരാണ് മുൻപിൽ, ആരാണ് മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്? നമുക്ക് അന്വേഷിക്കാം. റോസലിൻ, ഹിമ. വചനത്തിൽ കൃത്യതയുള്ള നമ്മുടെ അമ്മമാർ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഉത്തരം പറയാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവർ നേടിയിരിക്കുന്ന പോയിന്റ്സ് ഇങ്ങനെയാണ്. ടീം യാക്കര 70 പോയിന്റുകൾ, ടീം കണ്ടമംഗലം 130 പോയിന്റുകൾ, ടീം ജെല്ലിപ്പാറ 130 പോയിന്റുകൾ.
ചോദ്യം ചിത്രമാണ്, ഉത്തരം അത് തിരിച്ചറിയലാണ്. നാം ആരംഭിക്കുകയാണ്. ടീം കണ്ടമംഗലം, നിങ്ങൾക്കാണ് ആദ്യത്തെ അവസരം. ചിത്രം ശ്രദ്ധാപൂർവം കാണുക, അതിനുശേഷം ഉത്തരം ആലോചിക്കുക, എന്നോട് പറയുക. 30 പോയിന്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ പാസ് ചെയ്യപ്പെടും നിങ്ങളുടെ വലതുവശത്തേക്ക്. ചോദ്യം വിഷ്വൽ. ശാസ്ത്രജ്ഞനിൽ നിന്ന് ശാസ്ത്രത്തെയും ദൈവശാസ്ത്രത്തെയും ഒരുപോലെ കൂട്ടുപിടിച്ചുകൊണ്ട് പൗരോഹിത്യ ദൈവവിളിയിലേക്ക് കടന്നു വന്ന വൈദികനാണിത്. സ്വിറ്റ്സർലൻഡിലെ ലുഗാനോയിൽ ജനിച്ചു. കുടുംബത്തിൽ നിന്ന് തന്നെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ കരസ്ഥമാക്കിയ ഇദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ശാസ്ത്ര പഠനത്തിലേക്ക് തിരിഞ്ഞു. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾ അദ്ദേഹത്തെ ഫിസിക്സിൽ ഉന്നത പഠനങ്ങളിലേക്ക് നയിച്ചു. പിന്നീട് തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഡോക്ടറേറ്റ് നേടി. 10 വർഷത്തെ ശാസ്ത്രജ്ഞനായുള്ള സത്യാന്വേഷണം അദ്ദേഹത്തെ നിത്യസത്യമായ ദൈവത്തിലേക്ക് എത്തിച്ചു. 2022 മെയ് 24 റോമിലെ സെന്റ് യൂജിൻ ബസിലിക്കയിൽ വെച്ച് ഒപ്പുസ് ദെയ് സമൂഹത്തിന് വേണ്ടി അദ്ദേഹം വൈദികനായി. ആരാണ് ശാസ്ത്രജ്ഞനായ ഈ വൈദികൻ? ഫാദർ ലോറൻസോ ഡി വിറ്റോറി. ഉത്തരം ശരിയാണത്. ഫാദർ ലോറൻസോ ദി വിറ്റോറിയാണ് ഈ വൈദികൻ. ലുഗാനോ വളരെ മനോഹരമായ സ്വിറ്റ്സർലൻഡിലെ തടാക തീരത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്നുള്ള ശാസ്ത്രജ്ഞനായ വൈദികനാണ് അദ്ദേഹം. ടീം കണ്ടമംഗലത്തിൽ ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ജെല്ലിപ്പാറ, ചിത്രം നോക്കാം. നൈജീരിയയിൽ ഓവോ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ ഭീകരാക്രമണം നടന്ന് കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ 614 പേർ പരസ്യമായി സ്ഥൈര്യലേപനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിശ്വാസം ഏറ്റുപറയുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. 15 മാസത്തിനിടയിൽ 6000-ത്തിലധികം പേരാണ് ക്രിസ്തുവിശ്വാസത്തെ പ്രതി നൈജീരിയയിൽ കൊല്ലപ്പെട്ടത്. വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഈ പ്രകടനം നടന്നത് നൈജീരിയയിൽ എവിടെയാണ്, ഏത് ദേവാലയത്തിലാണ്? യൂട്ട്സെ സാങ്ബാഗിയിലുള്ള സെന്റ് അഗസ്റ്റിന്റെ ദേവാലയം. ഉത്തരം ശരിയാണത്. യൂട്ട്സയിലുള്ള സെന്റ് അഗസ്റ്റിൻ ദേവാലയമാണ്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾ കരസ്ഥമാക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം യാക്കര, ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? വിഷ്വൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ച 21 കർദിനാളന്മാരുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്നവർ 2 പേരാണ് ഈ ചിത്രത്തിൽ. ഗോവ ഡാമൻ അതിരൂപതയുടെയും ഹൈദരാബാദ് അതിരൂപതയുടെയും ചുമതലകൾ വഹിക്കുന്ന കർദിനാൾ എന്ന് പറഞ്ഞാൽ സഭയിലെ രാജകുമാരൻ എന്നാണ് അർത്ഥം. രാജകുമാരന്മാരായിരിക്കുന്ന കർദിനാൾ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇവർ ആരൊക്കെയാണ്? കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ, കർദിനാൾ അന്തോണി പൂള. ഉത്തരം ശരിയാണ്. ടീം യാക്കര, നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫിലിപ്പ് നേരി ഫെറാവോയും ആർച്ച് ബിഷപ്പ് ഡോക്ടർ അന്തോണി പൂളയുമാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങളാണ് ഇവിടുത്തെ താരങ്ങൾ. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ വ്യക്തതയുള്ള ഉത്തരം നിങ്ങളുടെ ടീമിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ജെല്ലിപ്പാറയ്ക്കാണ് ആദ്യത്തെ അവസരം. ജെല്ലിപ്പാറ റെഡിയാണോ? വിഷ്വൽ. എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഉത്തരം പറയും. സക്കേവൂസിനോട് സംസാരിക്കുന്നത്. ഈശോ സക്കേവൂസിനോട് സംസാരിക്കുന്നത്. അവരെന്താണ് സംസാരിക്കുന്നത്? സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ ഈശോയെയും സക്കേവൂസിനെയും അവരെ ചുറ്റിയുള്ള ജനക്കൂട്ടത്തെയും ഒക്കെയാണ് കണ്ടത്. ഈശോയും സക്കേവൂസും തമ്മിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. ടീം ജെല്ലിപ്പാറ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ശരിയായിട്ടാണ്. ജെല്ലിപ്പാറയ്ക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കണ്ടമംഗലത്തിനുള്ളതാണ്. കണ്ടമംഗലം, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? കാണാം. വിഷ്വൽ. എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? അതിലാരൊക്കെയാണ്? മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വരുന്നതാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ധനികനായ മനുഷ്യൻ യേശുവിനെ കണ്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ഉത്തരം ശരിയാണ്. ടീം കണ്ടമംഗലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം യാക്കര, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ?
എങ്കിൽ ചോദ്യം, എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഉത്തരം പറയാം. 10 നാണയത്തിന്റെ ഉപമയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. 10 കാര്യസ്ഥന് 10 നാണയം, 5 നാണയം, 1 നാണയം വെച്ച് കൊടുക്കുന്ന ആ ഉപമയാണ്. ഭൃത്യന്മാർക്ക് കൊടുക്കുന്നതാണ്. എന്താണ് ആ സുവിശേഷ ഭാഗം? അത് പറയൂ. 10 നാണയത്തിന്റെ ഉപമയാണ്. 10 നാണയത്തിന്റെ ഉപമയാണോ? അങ്ങനെ ഒരു ഉപമയുണ്ടോ? ആണ്, അതെ. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. വിശദീകരിക്കാമെങ്കിൽ കൂടുതൽ മനോഹരമായിരിക്കും. ഒരു പ്രഭു രാജപദവി സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ തൻ്റെ ഭൃത്യന്മാർക്ക് ഒരാൾക്ക് 10 നാണയം, ഒരാൾക്ക് 5 നാണയം, ഒരാൾക്ക് 1 നാണയം വെച്ച് കൊടുക്കും. നാണയങ്ങൾ വെച്ച് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുന്നതാവാം. ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ചിത്രമാണത്. നിങ്ങൾ കൃത്യമായി തന്നെയാണത് മനസ്സിലാക്കിയിരിക്കുന്നത്. ടീം യാക്കരയ്ക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ 3 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ടിന്റെ ഈ ഘട്ടവും ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം യാക്കര നേടിയിരിക്കുന്നത് 130 പോയിന്റുകൾ. ടീം കണ്ടമംഗലം നേടിയിരിക്കുന്നു 190 പോയിന്റുകൾ. ടീം ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 190 പോയിന്റുകൾ. നിധിയായ ദൈവവചനത്തെ കണ്ടെത്താനുള്ള ശ്രമമാണിത്. ഞാനൊരു വചന ഭാഗം പറയും, നിങ്ങളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് എന്ന് കണ്ടെത്തും. അതിൽ വിരൽ തൊട്ടുകൊണ്ട് അതിൻ്റെ തൊട്ട് മുൻപുള്ള വചനം മുതൽ വായിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 30 സെക്കൻഡിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഇനി അത് 20 സെക്കൻഡ് കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു 10 പോയിന്റിന്റെ സമ്മാനം കൂടിയാണ്. ആരംഭിക്കാം. ജെല്ലിപ്പാറയ്ക്കുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല. ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും. ഉത്തരം ശരിയാണ് ടീം ജെല്ലിപ്പാറ. നിങ്ങൾക്ക് 30 പോയിന്റും പ്ലസ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ നൽകുകയാണ്. ടീം യാക്കര, ചോദ്യം: നിങ്ങൾ വഞ്ചിതരാകരുത്. അത്രേ ഉള്ളൂ. നിങ്ങൾ വഞ്ചിതരാകരുത്. സമയം കടന്നുപോയിരിക്കുകയാണ് ടീം യാക്കര. കണ്ടെത്താൻ കഴിഞ്ഞോ? ഇത് ഏത് ഭാഗത്തുള്ളതാണെന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമോ? പറഞ്ഞോളൂ. 1 കൊരിന്തോസ് 6:9 വായിക്കാമെങ്കിൽ വായിച്ചു. നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ വഞ്ചിതരാകരുത്. യാക്കര, നിങ്ങൾ പഠിച്ച ഭാഗമല്ലായിരുന്നു അത്? സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാചകം വളരെ ചെറുതായി. വളരെ ചെറുതായി. സെയിം മീനിങ് വരുന്ന ഒത്തിരി വാചകങ്ങളുണ്ട്. ഉണ്ടോ? എങ്കിൽ മറ്റൊന്ന് പറയാവോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് വഞ്ചന സഹിച്ചുകൂടാ? അതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് വഞ്ചന സഹിച്ചുകൂടാ? അതൊക്കെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ്. സാരമില്ല. ടീം കണ്ടമംഗലം, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.
ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയുമില്ല. ഈശോ പഠിപ്പിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള ഖേദകരമായ പരാമർശമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങളിപ്പോൾ വായിച്ചത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കണ്ടമംഗലം, നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 പോയിന്റ് മാത്രമല്ല, സമ്മാനം കൂടി ചേർത്ത് 40 പോയിന്റുകൾക്ക് നിങ്ങൾ അവകാശികളായിരിക്കുന്നു. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിലേക്ക് എത്തുന്നതാണ്. നിധിയാകുന്ന വചനം നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. ഒരു വചനഭാഗം അത് ഭാഗങ്ങളാക്കി വാക്കുകളായി മുറിച്ച് നമ്മുടെ മുൻപിലുള്ള ഡെസ്കിൽ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന സമയം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കത് തുറന്നു നോക്കാം. അതിൽ കാണുന്ന വാക്കുകളെ കൂട്ടിച്ചേർത്ത് പൂർണ്ണതയുള്ള വചനഭാഗം ക്രമീകരിക്കാം. അങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 1.5 മിനിറ്റാണ്. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് പൂർത്തിയാക്കി വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കാൻ കഴിഞ്ഞാൽ, വായിക്കാൻ തുടങ്ങാനെങ്കിലും കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഇനി 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ 10 പോയിന്റ് സമ്മാനവും കിട്ടും. 40 പോയിന്റ് വരെ നിങ്ങൾക്ക് നേടാൻ കഴിയും. വ്യക്തമാണോ? വ്യക്തമാണ്. നമുക്ക് ആരംഭിക്കാം അല്ലേ? ടീം കണ്ടമംഗലം വരൂ. One, 2, 3, start. എന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. എന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ശരിയാണോ? ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം യാക്കര, നിങ്ങൾക്കുള്ള അവസരമാണ്. വരൂ. റെഡിയാണോ? തുടങ്ങാം അല്ലേ? 1, 2, 3, start. സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ടീം യാക്കര, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ശരിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ 1 മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുൻപ് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. 10 പോയിന്റ് സമ്മാനവും ചേർത്ത് നിങ്ങൾക്ക് നൽകുകയാണ് 40 പോയിന്റുകൾ. ജെല്ലിപ്പറ, നിങ്ങൾ റെഡിയാണോ? വരും. റെഡിയാണ് അല്ലേ? 1, 2, 3, സ്റ്റാർട്ട്.
പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഉത്തരം ശരിയാണ് ടീം ജെല്ലിപ്പാറ. നിങ്ങൾ സമയത്തിന് മുൻപേ ഇത് പൂർത്തീകരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് 10 പോയിന്റ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ ലഭിക്കുകയാണ്. ഈ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഈ മത്സരത്തിൻ്റെ നിർണായകമായ അവസാന റൗണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കെ എവിടെയാണ് ഓരോ ടീമുകളും നിൽക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, എനിക്കും ആകാംക്ഷയുണ്ട്. സ്കോർ ബോർഡിലേക്ക് പോകാം. റോസിൽ ഹിമ പോയിന്റുകൾ കൂട്ടി നോക്കൂ. ഇവർ കണ്ടെടുത്ത നിധിയുടെ മൂല്യങ്ങൾ ഇങ്ങനെയാണ്. ടീം യാക്കര 170 പോയിന്റുകൾ, ടീം കണ്ടമംഗലം 260 പോയിന്റുകൾ, ടീം ജെല്ലിപ്പാറ 270 പോയിന്റുകൾ. ചോദ്യം വില കൊടുത്ത് വാങ്ങുകയാണ് നിങ്ങൾ ചെയ്യുക. 3 ചോദ്യങ്ങൾ വരെയാണ് നിങ്ങൾക്ക് നേടാവുന്നത്. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തേടാവുന്നതാണ്. ഈ റൗണ്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, നിർണായകമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ചോദ്യം ശരിയല്ല, ഈ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് നിങ്ങൾക്ക് എന്നോട് പറയാം, ഈ ചോദ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. അപ്പോൾ ഞാൻ ആ ചോദ്യം തിരിച്ചെടുക്കും. പകരം നിങ്ങൾക്ക് ഈ മുൻപിലുള്ള ബൗളിൽ നിന്ന് ഒരു ചോദ്യം തിരഞ്ഞെടുക്കാനുള്ള അവസരം തരും. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നേരത്തെ നൽകപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ തന്നെ പരിഗണിക്കുന്നതാണ്. വ്യക്തമാണ്? ആരംഭിക്കാം. ടീം യാക്കര, എന്താണ് നിങ്ങളുടെ പദ്ധതി? റൗണ്ടിലേക്ക് കടക്കാം. മത്സരിക്കാനാണ് തീരുമാനിക്കുന്നത് അല്ലേ? ആദ്യത്തെ ചോദ്യത്തിന് 30 പോയിന്റ് കൊടുക്കണം. നിങ്ങളുടെ നില സുരക്ഷിതമാണോ? സുരക്ഷിതമല്ല. അല്ല. അല്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്? വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ശരി, മത്സരിക്കാം, ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. ചോദ്യം എടുക്കാം. നിങ്ങൾക്കുള്ള ചോദ്യമാണ്. വിശുദ്ധ ഗ്രന്ഥകാരന്മാരെ നിവേശിത ഗ്രന്ഥകാരന്മാരെന്ന് ദൈവാവിഷ്കരണം എന്ന ഡോക്യുമെന്റ് വിശേഷിപ്പിക്കുന്നു. എന്താണ് ഈ നിവേശിത ഗ്രന്ഥകാരന്മാരെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ ഗ്രന്ഥങ്ങൾ എഴുതിയവർ. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വിശുദ്ധ ഗ്രന്ഥ രചന നിർവഹിച്ചവരെന്നാണ് അതിൻ്റെ അർത്ഥം. ടീം യാക്കരയുടെ ഉത്തരം ശരിയാണ്. 60 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? പോകാം. അതെടുക്കുന്നത് ബുദ്ധിയാണോ? വലിയ മോശമില്ലാത്തൊരു സ്ഥാനത്ത് നിൽക്കേ ഇനി എങ്ങാനും നഷ്ടപ്പെട്ടാൽ? ഇല്ല, ഇപ്പോഴും സ്ഥാനം മോശം തന്നെയാണ്. ഇപ്പോഴും മോശമായ അവസ്ഥ. അതുകൊണ്ട് ചോദ്യം എടുക്കാൻ പോവുകയാണ്. ചോദ്യം എടുക്കാം. തന്നോളൂ. ചോദ്യം: എന്തുകൊണ്ടാണ് ദൈവം നമ്മെ അറിയിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് ഗ്രഹിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ യഥാർത്ഥത്തിൽ ദ്യോതിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്നും അവരുടെ വാക്കുകൾ വഴി ദൈവം എന്ത് വെളിപ്പെടുത്താനാണ് ഇച്ഛിച്ചതെന്നും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ സശ്രദ്ധം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത്? അതായത് ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കമന്റേറ്റേഴ്സ്, വ്യാഖ്യാതാക്കൾ സശ്രദ്ധം പരിശോധിക്കണമെന്ന് പറയാനുള്ള കാരണം. ചോദ്യം മാറിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഇരിക്കുകയാണ്. യഥാർത്ഥ രചയിതാക്കളെ പോലെ ദൈവമാണ് അവയുടെ കർത്താവ്. യഥാർത്ഥ രചയിതാക്കളെ പോലെ പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ ആശങ്കയുണ്ട് അല്ലേ? ആശങ്കയുടെ പുറത്ത് നിങ്ങൾ പറഞ്ഞ ഉത്തരവും തെറ്റാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉപയോഗിക്കാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം മാറ്റിയെടുക്കാൻ തീരുമാനിച്ചില്ല? സാരമില്ല, ഈ പോയിന്റുകൾ ക്വിസ് മാസ്റ്ററുടേതായി പോയി. അടുത്ത ചോദ്യത്തിൻ്റെ വില 50 പോയിന്റുകളാണ്. 3ാമത്തെ അവസരമാണ്. ഇതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഇല്ല. ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എടുക്കണം? എടുക്കാം. ചോദ്യം എടുക്കും അല്ലേ? എടുത്തു. അതിനു മുൻപ് നിങ്ങളുടെ മുൻപത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ അറിയിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് ഗ്രഹിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ യഥാർത്ഥത്തിൽ ദ്യോതിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്നും അവരുടെ വാക്കുകൾ വഴി ദൈവം എന്താണ് വെളിപ്പെടുത്താനാണ് ഉദ്ദേശിച്ചതെന്നും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ
സശ്രദ്ധം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ ആ ദൈവകൃപയിൽ അത് വായിച്ചതാണ്. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നവർ സശ്രദ്ധം പരിശോധിക്കണം എന്നാണ് അതിൻ്റെ രത്നചുരുക്കം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്: ദൈവം തിരുലിഖിതങ്ങളിൽ മനുഷ്യരുടെ രീതിയിൽ, മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചത് കൊണ്ട്. അതായിരുന്നു അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, കൃത്യമായ ഉത്തരം പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരം പറഞ്ഞാൽ ശരിപോലെ തോന്നാനിടയുണ്ട്. അതുകൊണ്ടാണ് കൃത്യതയുള്ള ഉത്തരം വേണമെന്ന് പറഞ്ഞത്. ചോദ്യം ഇതാണ്: പഴയ നിയമവും പുതിയ നിയമവും ഈ രണ്ട് ഉടമ്പടി പുസ്തകങ്ങളുടെയും പ്രചോദനകർത്താവും രചയിതാവും ആരാണ് സത്യത്തിൽ? ദൈവം. ദൈവം. അപ്പൊ അത് എഴുതിയവരോ? ഉത്തരം ശരിയാണ്, ദൈവമാണ് അതിൻ്റെ കർത്താവ്. ശരി ഉത്തരത്തിന് യാക്കരയ്ക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇടയ്ക്കൊന്ന് നഷ്ടപ്പെട്ടെങ്കിലും അവസാനത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടി. അടുത്ത അവസരം ടീം കണ്ടമംഗലത്തിനുള്ളതാണ്. ടീം കണ്ടമംഗലം, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? കുറച്ച് പുറകോട്ടാണ്. കുറച്ച് പുറകിലാണ്. എന്നാൽ അത്ര പുറകിലല്ല താനും. അല്ല, 10 പോയിന്റ് വ്യത്യാസം. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ശ്രദ്ധാപൂർവം വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ? എന്താണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത് എവിടെയാണ്? ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരമെങ്ങാനും തെറ്റിയാൽ വല്ലാതെ താഴത്തേക്ക് പോകും അല്ലേ? അത് മറ്റൊരു ടീമിനെ അതിനാൽ തന്നെ വിജയത്തിൽ എത്തിച്ചു നിർത്തും. അതാണ് പ്രശ്നം. ഇനി ഉത്തരം ശരിയാകുകയാണെങ്കിലോ മുന്നിൽ പോകും. കുറച്ചുകൂടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയാം. നിങ്ങളിതിൽ ഏതാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ക്വസ്റ്റ്യൻ സ്വീകരിക്കാൻ പോവുകയാണ്. തരും. 30 പോയിന്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് 60 പോയിന്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ വലിയ ഔത്സുക്യത്തോടെ വിശുദ്ധ ഗ്രന്ഥ പഠനം നടത്തണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നു. അത് എന്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കണമെന്നാണ് തിരുസഭ ഓർമ്മിപ്പിക്കുന്നത്? സഭയുടെ പ്രബോധനാധികാരത്തിന്റെ മേൽനോട്ടത്തിൽ. ഉത്തരം ശരിയാണ്. തിരുസഭയുടെ പ്രബോധന അധികാരത്തിന്റെ, ടീച്ചിങ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ വേണം അത് നടത്താനെന്നാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. ടീം കണ്ടമംഗലത്തിന് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ നിമിഷം എവിടെ നിൽക്കുന്നു? മുന്നിൽ കയറി. ഈ നിമിഷം നിങ്ങൾ 1-ാം സ്ഥാനത്താണ്. അവിടെ എങ്ങ് നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇനിയൊരു റിസ്ക് എടുക്കാൻ പോവുകയാണ്? ഇനിയുള്ള റിസ്കുകൾക്ക് അതിനെ റിസ്ക് എന്ന് തന്നെ വിളിക്കണം അല്ലേ? അല്ല, കുഴപ്പമില്ല, ഞങ്ങൾ റിസ്ക് എടുക്കുകയാണ്. റിസ്ക് എടുക്കാൻ പോവുകയാണ്. അതെ, ശരി, എടുക്കും. കണ്ടമംഗലം, രണ്ടാമത്തെ ചോദ്യം എടുക്കുന്നത് ഉചിതമായിരുന്നു. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്ന് ഇനി എന്താണ് വരുന്നതെന്ന് കണ്ടാൽ പോരായിരുന്നു? അല്ല, നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓ, അങ്ങനെയാണ്. അല്ലാതെ ചോദ്യം വേണ്ടിയിട്ടല്ല. അല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാനുള്ള വഴിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല, അപ്പം കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല. കിട്ടിയാലും കുഴപ്പമില്ല. ചോദ്യം ഇതാണ്: സേക്രഡ് തിയോളജി അഥവാ വിശുദ്ധ ദൈവശാസ്ത്രം 2 കാര്യങ്ങളിൽ ശാശ്വതമായ അടിസ്ഥാനമിട്ടതുപോലെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. 2 അടിസ്ഥാനങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? വിശുദ്ധ ലിഖിതങ്ങളിലും വിശുദ്ധ പാരമ്പര്യത്തിലും. അതെ, വിശുദ്ധ പാരമ്പര്യത്തിലും വിശുദ്ധ ലിഖിതത്തിലും കണ്ടമംഗലത്തിൽ ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. 80 പോയിന്റുകൾ. ടീം കണ്ടമംഗലം, ഇനി ആലോചിച്ച് തീരുമാനിക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും ആലോചിക്കാനുണ്ടോ? കണ്ടസ്റ്റിനോട് ചോദിക്കണ്ട. ഈ സാഹചര്യത്തിൽ വേണ്ട. നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളിപ്പോൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇനി ഒന്നെടുത്തത് കളഞ്ഞാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോകും. അത് നിങ്ങളുടെ എതിർ ടീമിന് വിജയത്തിലേക്ക് അനായാസമായ ചവിട്ടുപടിയായി മാറും. എന്നാൽ നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട് താനും. ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ മുന്നോട്ട് പോകുക. ചോദ്യം എടുക്കാൻ പോവുകയാണ്. അതെ, എടുക്കും. ചോദ്യം ഇതാണ്: നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തോട് സംസാരിക്കുന്നു, ദൈവിക സന്ദേശങ്ങൾ വായിക്കുമ്പോൾ അവിടുത്തെ ശ്രവിക്കുന്നു. ഇതാര് പറഞ്ഞതാണ്?
വിശുദ്ധ അംബ്രോസ്. ഉത്തരം ശരിയാണത്. വിശുദ്ധ അംബ്രോസ് പറഞ്ഞതാണ്. ടീം കണ്ടമംഗലത്തിൽ ലഭിക്കുന്നു 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരാൾക്ക് ഗൂഢമായ ഒരു ചിരിയും വേറൊരാൾക്ക് സങ്കടമോ കരയുകയോ. ദൈവത്തിന് നന്ദി പറഞ്ഞതാ. ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ സ്ഥിതി സുരക്ഷിതമായി എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല അച്ഛാ. പറയാൻ പറ്റില്ല. ഇല്ല. എന്ത് സംഭവിക്കാവുന്ന സമയമാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? ചെയ്തു, നന്നായിട്ട് ചെയ്തു അച്ഛാ. ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നന്നായിട്ട് ചെയ്തു. കൊള്ളാം. നമുക്ക് അടുത്ത ടീമിന്റെ അടുത്തേക്ക് പോകാം. ടീം ജെല്ലിപ്പാറ. കണ്ടമംഗലം നിങ്ങളെ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ആഴ്ത്തിയിരിക്കുന്നത് അല്ലേ? നിങ്ങൾ അവർ വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ഇടയുണ്ടെന്ന് പ്രതീക്ഷിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അവരിത് 3 എടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ വിചാരിച്ചു. എന്താ അങ്ങനെ തോന്നി? അവരെ മുന്നേ അറിയാം. അവർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? എടുക്കാന്ന് തന്നെയാണ് തീരുമാനിച്ചത്. എന്തായാലും എടുക്കണം അല്ലേ? നിങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ലെന്ന് തോന്നുന്നു. ചോദ്യം ഒന്നാമത്തേത് 30 പോയിന്റ് തരൂ. ചോദ്യം ഇതാണ്. വളരെ പ്രശസ്തമായ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയുള്ള പരാമർശങ്ങളിൽ ഏറ്റവും അധികം കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അർത്ഥപൂർണമായ ഒരു പ്രസ്താവനയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെയാണത്: വിശുദ്ധ ലിഖിതങ്ങളെ പറ്റിയുള്ള അജ്ഞത മിശിഹായെ പറ്റിയുള്ള അജ്ഞതയാണ്. വിശുദ്ധ ലിഖിതങ്ങളെ പറ്റിയുള്ള അജ്ഞത മിശിഹായെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആര് പറഞ്ഞതാണ്? വിശുദ്ധ ജെറോം. ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ വിശുദ്ധ ജെറോം പറഞ്ഞതാണത്. വിശുദ്ധ ജെറോം വളരെ വലിയ വിശുദ്ധഗ്രന്ഥ പണ്ഡിതനാണ്. വിശുദ്ധഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത അതേത് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തറിയോ? അല്ല, ലത്തീൻ ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം ജെല്ലിപ്പാറ. ഉത്തരം വിശുദ്ധ ജെറോം എന്നാണ്. നിങ്ങൾ കരസ്ഥമാക്കുകയാണ് 60 പോയിന്റുകൾ. ജെല്ലിപ്പാറ, അടുത്ത ചോദ്യം എടുക്കണോ? എടുക്കണം. എടുത്തേ മതിയാകൂ അല്ലേ? എടുക്കൂ. ജെല്ലിപ്പാറ, ഈ ഉത്തരം ശരിയാക്കിയാൽ എന്തുണ്ടാവും? അറിയില്ല. നിങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തുമോ? ഇതുകൊണ്ടെത്തില്ല, അങ്ങനെയാണ് തോന്നുന്നത്. ചോദ്യം ഇതാണ്. മുൻപ് എഴുതപ്പെട്ടവയെല്ലാം സഹനശീലത്താലും വിശുദ്ധ ലിഖിതങ്ങളുടെ സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുണ്ടാകാൻ നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി എഴുതപ്പെട്ടവയാണ്. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ദൈവവർബും 4-ാം അധ്യായത്തിലാണ് ഈ ലേഖനഭാഗം ഉദ്ധരിച്ചിരിക്കുന്നത്. ഏത് ലേഖനത്തിൽ നിന്നുള്ളതാണ് ഈ ഉദ്ധരണി? മുൻപ് എഴുതപ്പെട്ടവയെല്ലാം സഹനശീലത്താലും ലിഖിതങ്ങളുടെ സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുണ്ടാകാൻ നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി എഴുതപ്പെട്ടവയാണ്. റോമക്കാർക്ക് ഇത് ലേഖനത്തിൻ്റെ ഉത്തരം ശരിയാണ്. ടീം ജെല്ലിപ്പാറ എങ്ങനെ കണ്ടുപിടിച്ചു? അറിയായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇവിടെയാണ് ഈ മത്സരം അപകടകരമായി തീരുന്നത്. ഇനിയുള്ള ചോദ്യമാണ് ഈ മത്സരത്തിൻ്റെ ഗതിയെ നിർണയിക്കാൻ പോകുന്നത് അല്ലേ? നിങ്ങളുടെ ഉത്തരം എന്തോ അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് ആര് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കാനിരിക്കുന്നത് അല്ലേ? ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ മറ്റൊരു ടീമിനെ അവിടേക്ക്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്താണ് നിങ്ങളുടെ ആലോചന? കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചോദ്യം എടുക്കുവാണോ? എടുക്കൂ. ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണല്ലോ അല്ലേ? ചോദിക്കട്ടെ. ചോദ്യം: വിശുദ്ധ സുവിശേഷകാരന്മാർ ഈശോയെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ഈശോയെക്കുറിച്ച് എങ്ങനെയുള്ള വിവരങ്ങൾ വിനിമയം ചെയ്തുകൊണ്ടുമാണ് പറഞ്ഞത് എന്നാണ് നമ്മൾ 19-ാം പാരഗ്രാഫിൽ വായിക്കുന്നത്. വിശുദ്ധ സുവിശേഷകാരന്മാർ ഈശോയെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള എങ്ങനെയുള്ള വിവരങ്ങൾ, 2 അഡ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്, വിനിമയം ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെന്നാണ് നമ്മൾ 19-ാമത്തെ പാരഗ്രാഫിൽ വായിക്കുന്നത്. സത്യവും ആത്മാർത്ഥവുമായ കാര്യങ്ങൾ സത്യവും ആത്മാർത്ഥവുമായ കാര്യങ്ങൾ എന്നാണ് ഉത്തരം. ടീം ജെല്ലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ജെല്ലിപ്പാറ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമായി. ഒത്തിരി
സന്തോഷമായി. നന്ദി. ഈ വിജയം നിങ്ങളിലേക്ക് എത്തിച്ചത് വിജയമായോ നമുക്ക് അറിഞ്ഞുകൂടാ, പോയിന്റ് നോക്കാനേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ ഒരു റൗണ്ടിന്റെ മുന്നേറ്റം നിങ്ങൾക്ക് നൽകിയത് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദൈവത്തിന്റെ ശക്തി, അനുഗ്രഹം, ദൈവാനുഗ്രഹം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പഠിച്ചിരുന്നു. നന്നായി പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഈ മത്സരത്തിന്റെ ഫലമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പോയിന്റുകൾ കൂട്ടി നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ? നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ആവേശോജ്വലമായ ഈ എപ്പിസോഡിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്. 3-ാം സ്ഥാനത്ത് 210 പോയിന്റുമായി ടീം യാക്കര. 2-ാം സ്ഥാനത്ത് 380 പോയിന്റുമായി ടീം കണ്ടമംഗലം. 1-ാം സ്ഥാനത്ത് 390 പോയിന്റുമായി ടീം ജെല്ലിപ്പാറ. 10 പോയിന്റിന്റെ ലീഡിൽ ഒരുതരം ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ടീം ജെല്ലിപ്പാറ ഈ റൗണ്ടിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ടീം കണ്ടമംഗലം, നിങ്ങളുടെ പ്രകടനം ഒട്ടും മോശമായില്ല എന്ന് സകല പ്രേക്ഷകരും പറയും അല്ലേ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാൻ വാക്ക് കിട്ടുന്നില്ല അച്ഛാ. നിങ്ങൾക്ക് സന്തോഷമാണോ? സന്തോഷമുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ, ഭാഗ്യമല്ലേ. പിന്നെ ഞങ്ങൾ 3 റൗണ്ട് വരെ വന്നല്ലോ. 3 റൗണ്ടിൽ കയറി. പിന്നെ ഞങ്ങൾ ആൻസറൊന്നും തെറ്റിച്ചിട്ടൊന്നുമില്ല ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ബസ്സറൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 2 ബസ്സർ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അവസാനം വരെ പ്രതീക്ഷ നിലനിർത്തി. അതെ, എന്താ പറയാനുണ്ട്? കൊടുത്തു. ടൈമിന്റെ ഒരു ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളൂ. ടൈമിങ്ങിൽ ഉണ്ടായൊരു ചെറിയ പ്രശ്നം. പിന്നെ ഇനിയുള്ള സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പങ്കെടുക്കാത്തതുകൊണ്ട് പഠിക്കില്ല, അതാണ് പ്രശ്നം. പങ്കെടുക്കാത്തതുകൊണ്ട് പഠിക്കാൻ കുറച്ച് മടിയുണ്ടാവും. എന്നാലും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കണം. യാക്കാര, നിങ്ങളുടെ പ്രകടനം അത്ര മോശമൊന്നും അല്ലായിരുന്നു അല്ലേ? കുറച്ചുകൂടി നന്നാക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇത് ലിമിറ്റാണ്. സാരമില്ല. നിങ്ങൾ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് സ്നേഹോപഹാരങ്ങൾ കൂടി നൽകുകയാണ്. പാലക്കാട് രൂപതയുടെ മാതൃവേദി ഡയറക്ടർ പ്രിയ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചനും ആനിമേറ്റർ സിസ്റ്റർ ലിൻഡയും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകാനായി ഇവിടെയുണ്ട്. സ്നേഹപൂർവ്വം നമുക്കവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും. ടീം ജെല്ലിപ്പാറയെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും. അതുവരെ ഈശോയുടെ സ്നേഹത്തിലായിരിക്കുക, പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.